എന്തു നല്ലോ സഖിയേശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടായ്ക നിമിത്തം. കഷ്ടം ശോധനകളുണ്ടോ ഏവിധ ദുഃഖങ്ങളും ലേശവുമോ ധൈര്യം വേണ്ട ചൊല്ലാം യേശുവോടെല്ലാം. ദുഃഖം സർവം വഹിക്കുന്ന മിത്രം മറ്റാരുമുണ്ടോ? ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോടു ചൊല്ലിടാ. എന്തു നല്ലോ സഖിയേശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോ താൻ കേൾക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ പകൽ സമയത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സദൃശ്യവാക്യം 27-ാം അധ്യായം 6-ാം വാക്യത്തിൽ സ്നേഹിതർ വരുത്തുന്ന മുറിവുകൾ എന്നുള്ളൊരു വിഷയമാണ്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലും സ്നേഹിതന്മാരുണ്ടായിരിക്കും. അതിൽ ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹിതരും ഉണ്ടായിരിക്കും. സങ്കീർത്തനത്തിൽ പറയുന്ന പ്രാണസ്നേഹിതനെന്ന്. പ്രാണന് തുല്യം സ്നേഹിക്കുന്ന സ്നേഹിതർ കാണും. ഏത് പ്രയാസഘട്ടത്തിലും പ്രതിസന്ധിയിലും കൈവിടാത്ത സ്നേഹിതരുണ്ട്. എങ്കിലും ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ളവരും അകലം വിട്ട് പത്രോസിനെ പോലെ യാത്ര ചെയ്യുന്നവരുണ്ട്. യേശുവിനോട് പത്രോസ് പറഞ്ഞത്, ഞാൻ നിനക്ക് വേണ്ടി മരിപ്പാനും തയ്യാറാണെന്ന്, ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് യേശുവിനോട് പറഞ്ഞു. അങ്ങനെയുള്ള പത്രോസാണ് യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അകലം വിട്ട് യാത്ര ചെയ്യുകയും യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ മധുരഗായകനും രാജാവുമായ ദാവീദിന് വരെ സ്നേഹിതന്മാരെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വന്ന സന്ദർഭങ്ങൾ ഉണ്ട്. 41-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നുവെന്ന്. ഇയ്യോബ് പറയുന്നതും വ്യസനിപ്പിക്കുന്ന സ്നേഹിതന്മാരുണ്ട്. ഇതാണ് ലോകം. അതിനാലാണ് ദൈവവചനം പറയുന്നത്, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിശ്വസിക്കരുതെന്ന്. സ്നേഹിതന്മാർ ആയിരിക്കുമ്പോൾ തങ്ങളുടെ പല രഹസ്യങ്ങളും അന്യോന്യം പങ്കുവെക്കാറുണ്ട്. അത് ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ്, പ്രാണന് തുല്യം സ്നേഹിക്കുന്നത് മൂലമാണ്. എന്നാൽ അങ്ങനെയുള്ളവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ചിലപ്പോൾ സ്നേഹിതൻ്റെ നേരെ ദാവീദ് പറഞ്ഞ പോലെ കുതികാൽ ഉയർത്തിയെന്ന് വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന മുറിവ് ഒരിക്കലും മാറുകയില്ല. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇങ്ങനെയുള്ള തിക്ത അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വരാം. അതല്ല എങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എൻ്റെ ജീവിതത്തിലും അനുഭവത്തിലും അങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്നവൻ കൂടെയുള്ളതിനാൽ പതറിപ്പോകാതെയും ഇടറിപ്പോകാതെയും നിലനിൽക്കുന്നു. എല്ലാവരിനും കൂടെ കാണും എന്ന് പ്രതീക്ഷിച്ചവരിൽ നിന്നും ഇങ്ങനെയുള്ള തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുന്ന മുറിവ് വളരെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. എന്നാൽ സ്വന്തം പ്രാണനെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച നമ്മുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷിതാവുമായ യേശു പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, ദൈവവചനം പറയുന്നത്, ഞാൻ നിൻ്റെ പ്രകൃതി അറിയുന്നു, നീ പൊടിയെന്ന് ദൈവം ഓർക്കുന്നു. അവസ്ഥാഭേദം സംഭവിക്കുന്ന ഒരു വസ്തുവാണ് പൊടി. അതാണ് മനുഷ്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് കളം മാറി ചവിട്ടുന്നത്. ആകയാൽ അങ്ങനെയുള്ള മനുഷ്യനെ വിട്ടൊഴിഞ്ഞ് നമ്മെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന യേശുവിനെ ജീവിതത്തിൽ ഉറ്റസഖിയായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. യേശു ഇരിക്കുന്നിടത്ത് നമ്മയും ചേർക്കുവാൻ വരുവാനുള്ള നാളുകൾ ആസന്നമായി ഇരിക്കുന്നതിനാൽ നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ സർവശക്തനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കട്ടെ. ജീവിതത്തിൽ വരുന്ന ഏത് മുറിവുകളെയും അതിജീവിപ്പാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് മുന്നോട്ട് പോകാൻ സർവശക്തനായ കർത്താവ് കേൾക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് ദൈവമായ കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കുന്നു.
തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.